നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിൽ മഴ ശക്തമാകുന്നു. അടുത്ത 5 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുകയാണ്. പാലക്കാട് ജില്ലയിലും കനത്ത മഴയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ വരുന്ന 5 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും ഇതിനകം നൽകിയിട്ടുണ്ട്. പട്ടാമ്പി മേഖലയിലും മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനാൽ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മലമ്പുഴ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിപ്പിൽ പറയുന്നു. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റുമുണ്ട്. പലയിടങ്ങളിലും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി കൊപ്പം പാതയിലെ ആമിയൂരിൽ മരക്കൊമ്പ് പൊട്ടി വീണുള്ള അപകടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആളപായമില്ല. റോഡിലേക്കാണ് മരച്ചില്ലകൾ പൊട്ടി വീണത്. താലൂക്കിന്റെ വിവിധയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പട്ടാമ്പിയിൽ UDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പരിപാടികൾ സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന UDFന്റെ വിജയത്തെ തുടർന്ന് UDFന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ആഹ്ലാദ പരിപാടികൾ സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചായിരുന്നു ആഘോഷ പരിപാടികൾ നടത്തിയത്. VK ശ്രീകണ്ഠൻ MP കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ എല്ലാ UDF പ്രവർത്തകരും അതിനേക്കാൾ ഉപരി ജനങ്ങളും ഏറെ സന്തോഷത്തിലാണ് ഒരു മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് നടത്തും എന്നുള്ള ഉറപ്പിലുമാണ്. ഈ തെരഞ്ഞെടുപ്പ് അനവസരത്തിലായിരുന്നെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ വികാരം നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെയാണ് നമുക്ക് വലിയ വിജയം ഉണ്ടായത്. ഈ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ജനദ്രോഹ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ താക്കീതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിലമ്പൂരുകാരെ പോലെ തന്നെ കേരളത്തിൽ എല്ലാവരും ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. നാളത്തെ പ്രഭാതം നമ്മുടേതാണ്. അടുത്ത ഗവൺമെന്റ് ശക്തമായ നിലയിൽ തന്നെ UDF മുന്നോട്ട് വരും. ആ ഒരു ഉറപ്പ് ജനാധിപത്യ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ ആണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടായത്. സർവകാല റെക്കോർഡാണ്. ഒരിക്കലും ഒരു കാലത്തും ഇതുപോലെ 4000 വോട്ടിനടുത്ത് നിലമ്പൂർ നഗരസഭയിൽ ഉണ്ടായിട്ടില്ല. അതിലേറെ പ്രാധാന്യം പറയാനുള്ളത് UDF എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞതുപോലെ ഒരു പാർട്ടിയായിട്ടാണ് പ്രവർത്തിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. കേരളത്തിലെ UDF ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് മലയും നമുക്ക് കീഴടക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ്. നേതാക്കളായ KR നാരായണസ്വാമി, ET ഉമ്മർ, C സംഗീത, ജിതേഷ് മോഴിക്കുന്നം, ഉമ്മർ കീഴായൂർ, K ബഷീർ, AK അക്ബർ, കമ്മുകുട്ടി എടത്തോൾ, KP വാപ്പുട്ടി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. തിരുവേഗപ്പുറ മലമൽ റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ തുടങ്ങി. അഴുക്കുചാൽ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. കഴിഞ്ഞ ദിവസം MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന മലമൽ റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിനാണ് താൽക്കാലിക പരിഹാര നടപടികൾ കാണുന്നത്. ഇതിന്റെ ഭാഗമായാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി പാതയിലെ തിരുവേഗപ്പുറയിലെ അഴുക്കുചാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. മലമൽ റോഡിലും പ്രധാന പാതയിലെ അഴുക്കുചാലിലും വലിയ തോതിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. ഇത് ഒഴുകിപ്പോകുവാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കുന്നത്. മലമൽ റോഡിലെ വെള്ളക്കെട്ട് മൂലം 75ഓളം കുടുംബങ്ങൾ വലിയ ദുരിതത്തിലാണ്. ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെ പ്രദേശവാസികളും CPM-ഉം പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മുഹമ്മദ് മോഹസിൻ MLAയും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് അഴുക്കുചാൽ വൃത്തിയാക്കുവാൻ തീരുമാനമായത്. ഇതിന്റെ ഭാഗമായാണ് ബുധനാഴ്ച രാവിലെ മുതൽ അഴുക്കുചാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രദേശവാസികളും സ്ഥലത്ത് എത്തിയിരുന്നു. ശാശ്വത പരിഹാരത്തിനായി ഇവിടെ അഴുക്കുചാൽ നവീകരണത്തിനും ഓവുപാല നിർമ്മാണത്തിനുമായി സർക്കാരിലേക്ക് പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന് അനുമതി ലഭിക്കുന്നതോടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. പരുതൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് ഇനി സ്വന്തം വാഹനം. പരുതൂർ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനം ലഭ്യമാക്കിയത്. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ്
APM സക്കറിയ നിർവഹിച്ചു. ചടങ്ങിൽ ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, വാർഡ് മെമ്പർമാരായ AKM അലി, P രമണി, അനിത രാമചന്ദ്രൻ, രജനി ചന്ദ്രൻ, മിനിമോൾ, MP ഉമർ, അസിസ്റ്റന്റ് സെക്രട്ടറി സാബു, HI ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പെരുമണ്ണൂർ ചൈതന്യ വായനശാലയുടെ നേതൃത്വത്തിൽ EPN നമ്പീശൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വായനാ ദിന ഉദ്ഘാടനവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി EK മണികണ്ഠൻ നമ്പീശൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജിത ഉണ്ണികൃഷ്ണൻ കുട്ടികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. KK വിനോദ്, P അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമായി എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച വീഡിയോ ദൃശ്യങ്ങൾ ബാക്കിവെച്ച് ശൈലേഷ് ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി. പടിഞ്ഞാറങ്ങാടിയിൽ ജോലിക്കിടെ ജീവൻ വെടിഞ്ഞ ചുമട്ടുതൊഴിലാളി ശൈലേഷിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നോവേറുന്ന കാഴ്ചയായി. കഴിഞ്ഞ ദിവസം കാലത്ത് 10:30യോടെയാണ് പടിഞ്ഞാറങ്ങാടിയിൽ ലോഡിംഗ് ജോലിക്കിടെ മലമൽക്കാവ് അരിക്കാട് സ്വദേശി പള്ളത്ത് വീട്ടിൽ ശൈലേഷ് തളർന്നു വീണ് മരിക്കുന്നത്. 35 വയസ്സായിരുന്നു പ്രായം. സാമൂഹ്യ മാധ്യമങ്ങളിൽ റീൽസുകൾ പങ്കുവെക്കുന്നതിൽ അതീവ തൽപരരായിരുന്നു ശൈലേഷ്. ഇത്തരത്തിൽ പങ്കുവയ്ക്കുവാനായി ശൈലേഷ് ഏറ്റവും അവസാനമായി എടുപ്പിച്ച റീൽസ് വീഡിയോ ദൃശ്യങ്ങളാണ് നോവും കാഴ്ചയായി മാറിയത്. പടിഞ്ഞാറങ്ങാടിയിലെ അൽമദീന ടൈൽലാൻഡ് സ്ഥാപന ഉടമ റഹ്മാനാണ് ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പകർത്തിയത്. ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു തരുവാനായിരുന്നു പറഞ്ഞിരുന്നതെന്ന് സുഹൃത്തും കൂടിയായ റഹ്മാൻ പറഞ്ഞു. എന്റെ ഷോപ്പ് അൽമദീന ടൈൽലാൻഡ് പടിഞ്ഞാറങ്ങാടിയിലുള്ള ടൈൽ ഷോപ്പാണ്. അപ്പൊ ഈ ശൈലേഷ് എന്നുള്ള വ്യക്തി സ്ഥിരമായിട്ട് ഷോപ്പിൽ കയറ്റിറക്കാനായിട്ട് വരുന്ന തൊഴിലാളിയാണ്. 2 വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ട്. 2 വർഷത്തെ പരിചയമാണ് ആളായിട്ടുള്ളത്. അപ്പൊ ആളെ ഫ്രണ്ട്ലിയാണ്. അപ്പൊ ആൾക്ക് FBയിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫോട്ടോ വേണം ലോഡ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പൊ അത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ ആൾക്ക് മറന്നുപോയി. അപ്പൊ അത് മരണശേഷമാണ് ഇപ്പൊ ഞാനത് ഓർത്തത്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഓർമ്മ വന്നപ്പോൾ ഞാനത് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് FBയിൽ പോസ്റ്റ് ചെയ്തു. അത്ര തന്നെ. എന്തായാലും നല്ലൊരു വ്യക്തിയായിരുന്നു ആള്. നമ്മളൊരു എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ടായിരുന്നു. വല്ലാത്തൊരു വേദന അയാളുടെ മരണത്തിൽ. പങ്കുവയ്ക്കാൻ ആളില്ലാതെ എഡിറ്റ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളെ അനാഥമാക്കി ശൈലേഷ് ജീവിതത്തിൽ നിന്നും വിടവാങ്ങി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ സ്നേഹവീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പകൽ വീട്ടിൽ 15ഓളം അന്തേവാസികളാണുള്ളത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VP ഷാനിബ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ TA പ്രിയ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ തുടങ്ങിയവരും ബിനുമോൾക്കൊപ്പം ഉണ്ടായിരുന്നു. അന്തേവാസികളോടൊപ്പം ഭക്ഷണം കഴിച്ചും കലാപരിപാടികൾ ആസ്വദിച്ചുമാണ് അവർ മടങ്ങിയത്. സ്നേഹവീട് രക്ഷാധികാരികളായ M വിജയൻ, KV പരമേശ്വരൻ, TC രാമൻ, A സാവിത്രി, BP ഐദ്രു മാസ്റ്റർ, സുകുമാരൻ, നാഗലശ്ശേരി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ICDS ഓഫീസർമാരായ രാധിക, ലീന, ഐഷ തുടങ്ങിയവരും പങ്കെടുത്തു. അതു പാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കുമേലിൽ കണ്ണിൻ മണിയെ കയ്യെത്തും ദൂരെ ഞാനില്ലേ, നിന്നെ പിരിയാൻ വയ്യാതകമേ എൻ നെഞ്ചിൽ തീർന്നിടും താപം. ഉറങ്ങാൻ പാട്ടായി തലോടാൻ കാറ്റായി മിടിപ്പായി ശ്വാസമായി നീ. തുടങ്ങി പരിഷത്തിന്റെ ഒക്കെ പ്രവർത്തകരായിരുന്ന പലരും ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു വേദി ഉള്ളത് കൊണ്ട് നമുക്കിത് നിന്നു പോവില്ല. ഉറപ്പായിട്ടും നമുക്കിത് സംഘടിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞങ്ങളിങ്ങനെ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു, വെറുതെ കുറെ കെട്ടിടം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ കെട്ടിടം സജീവമാവണമെങ്കിൽ കെട്ടിടം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യം അവിടെ നടക്കണം. അപ്പൊ ഉദ്ദേശിച്ച കാര്യം ഇവിടെ നടന്നു. നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ.
എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മളൊരു 12 പേരോളം ഇവിടെ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 12 അല്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കാണ് ഇവിടെ വന്നു പോകാൻ എളുപ്പം. ദൂരയിൽ നിന്ന് വരുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇവിടെ വന്നു പോകൽ അത്ര സാധ്യമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അവർക്ക് നടന്നു വരാനുള്ള ശേഷി ഉണ്ടാവണം. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു മുതിർന്ന ആളുകളുടെ പറയുമ്പോൾ അതിന്റെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്തായാലും ഇവിടെ വന്നിരിക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെ സന്തോഷമുണ്ട്. തിരുവേഗപ്പുറ ചെമ്പ്ര CUP സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. ചെമ്പ്ര CUP സ്കൂളിൽ വായനാ വാരാഘോഷവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവുമാണ് നടത്തിയത്. അധ്യാപകനായ രാജേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോ അയൻ അരുൺ നമ്മുടെ ഭാവിയിലൊരു കഥാകാരനായിട്ട് അറിയപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈയടിച്ചാ. എത്രയാണ് പഠിക്കണത്? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കഥയൊക്കെ എഴുതുന്നത്. ഞങ്ങളുടെ കാലത്ത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ വായിക്കുക എന്നല്ലാണ്ട് ഇതേപോലെ കഥയും കവിത എഴുതുന്നൊരു ശീലം ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഭാവിയിൽ നല്ലൊരു കഥാകാരനായിട്ട് നമ്മുടെ ചെമ്പ്രയുടെ പേര്, ചെമ്പ്രയല്ലേ? ചെമ്പ്രയുടെ പേര് നമ്മുടെ ലോകരാജ്യങ്ങൾ വരെ എത്തിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യാണ്. കുഞ്ഞിച്ചിറകുകൾ. എന്താ പുസ്തകത്തിന്റെ പേര്? അപ്പൊ കുഞ്ഞി ചിറക് വെച്ചിട്ട് ഇങ്ങനെ പറന്ന് ഉയരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അരുൺ. ഓക്കെ, അയാൻ അരുൺ അല്ലേ? അയൻ അരുൺ. അടിപൊളി സ്വപ്നം എന്നാണ് 1ാമത്തെ കഥ. നല്ല അടിപൊളിയാവും. മുയലിന്റെ നല്ല മനസ്സ്, ഇങ്ങനൊരു കഥ ഉണ്ട്. നന്മയുള്ള കൃഷിക്കാരൻ, അഹങ്കാരിയായ സോമു. സ്കൂളിലെ 4ാം ക്ലാസ്സിലെ സവിത് കൃഷ്ണ, അയൻ അരുൺ എന്നീ കുട്ടികൾ തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. പ്രധാനാധ്യാപിക ES ലത, വിദ്യാരംഗം കോർഡിനേറ്റർ M സൗമ്യ, M അരുൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.